ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഈ ക്ലാസ്സിനാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ എൻ്റെ ലിങ്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിൻ്റെ ലിങ്ക് ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ശേഷം സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. റെഡി ആണല്ലോ? പറഞ്ഞേ, സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശരി. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. യങ്സ് മോഡുലസ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരു സെക്ഷൻ നോക്കുക. ഇവിടെ ഞാൻ നോക്കുമ്പം എനിക്ക് ഏറ്റവും അറിയാവുന്നതിനകത്താണെങ്കിൽ എല്ലാം അറിയാവുന്നത് തന്നെയാണെങ്കിലും യങ്സ് മോഡുലസ് അതുപോലെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ, ഈ രണ്ട് ക്വാണ്ടിറ്റി എടുക്കാം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്? പ്രഷറിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ് അല്ലേ? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ആ ഡയമെൻഷൻ ഈക്വൽ ആണ് പ്രഷറിന്റെ ഡയമെൻഷൻ. ഇതാണ് m(l)⁻⁻1 t(-2). അതുപോലെയാണ് ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എനർജിയുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്. ഇത് പ്രഷറാണ്, അതുപോലെ എനർജി ആണ്. എത്രയാണ്? ml² t(-2). എനർജിയുടെ ഡയമെൻഷൻ ആണ്. ഇത് വരുന്ന ഏതൊക്കെയാണ്? ഡി നോക്ക്. ഡി ആണെങ്കിൽ ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? D4-ഉമായിട്ട് മാച്ച് ചെയ്യുന്നു. D4-ഉമായിട്ട് രണ്ടാൾക്കാർ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പേര് D4-ഉമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെയാണെങ്കിൽ യങ്സ് മോഡുലസ് വരുന്ന ആരാണ്? മൂന്ന് വരുന്നുണ്ട്. സോ 1 3, A 3 വരുന്നുണ്ട്, D 4 വരുന്നുണ്ട്. അങ്ങനെ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. മക്കളെ ഓക്കെ ആണോ? ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്, അത് അധികം സമയം ചെലവഴിക്കേണ്ടതില്ല. പ്ലാങ്ക് കോൺസ്റ്റന്റ് ഡയമെൻഷൻ പറഞ്ഞുതരാമോ? പ്ലാങ്ക് കോൺസ്റ്റന്റിന്റെ പ്ലാങ്ക് കോൺസ്റ്റന്റ് h which is equal to dimension of Planck constant ആണെങ്കിൽ എത്ര കിട്ടും? പറഞ്ഞു. ml² t(-1) വരും. ശരിയാണോ? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി നമ്മൾ ഇന്നലെ ഇതൊക്കെ ചർച്ച ചെയ്തതാണ്. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എത്രയാണ്? ml(-1 t(-1). സോ ഇതൊക്കെ വരുന്ന ഏതാണ്? ഓപ്ഷൻ 2 ആണ് ഇതെല്ലാം വരുന്നത്. പറഞ്ഞേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമോ? പറഞ്ഞടാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യനും മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ ഗ്രേഡിയന്റ് നോക്കണേ. ഗ്രേഡിയന്റ് എന്ന വാക്ക് കേട്ട് നിങ്ങൾ പറയണം, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ വിളിക്കുന്നവരാണ് പ്രഷർ ഗ്രേഡിയന്റ്. ഫോർ എക്സാമ്പിൾ, പ്രഷർ ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ പ്രഷറിന്റെ ഗ്രേഡിയന്റ് ആണ്. ഫോഴ്സ് ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഗ്രേഡിയന്റ് ആണ്. വെലോസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയന്റ് ആണ്. സോ ഇവിടെ പ്രഷർ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ അതാണ് പ്രഷർ ഡിവൈഡ് ബൈ ലെങ്ത്. സോ പ്രഷർ ഡിവൈഡ് ബൈ ലെങ്ത്, പ്രഷർ എത്രയാണ്? ml(-1 t(-2). ഇതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ ലെങ്ത്, അതാണ് പ്രഷർ ഗ്രേഡിയന്റ്. ഡിവൈഡ് ബൈ ലെങ്ത്. സോ ഈ ലെങ്ത് മുകളിലേക്ക് വരുമ്പോൾ ml(-2 t(-2) വരും അല്ലേ? ഇത് ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഓപ്ഷൻ നമ്പർ 3-യുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സോ A3-യുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സോ A3-യുമായിട്ട് മാച്ച് ചെയ്യുന്ന 2 ആൾക്കാരുണ്ട്. അടുത്ത് നോക്ക്, എനർജി ഡെൻസിറ്റി. അതിനേക്കാൾ എളുപ്പമുണ്ട്. ഇലക്ട്രിക് ഫീൽഡും ലാറ്റന്റ് ഹീറ്റ് ഒക്കെ അതിനൊക്കെ എളുപ്പമുണ്ട്, എന്നാലും കുഴപ്പമില്ല. എനർജി ഡെൻസിറ്റി എന്താ? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ഡിവൈഡ് ബൈ വോളിയം ആണ്. നമുക്കറിയാം എനർജി ml² t(-2) ആണ്, വോളിയം L³ ആണ്. ഇത് മുകളിലേക്ക് വരുമ്പോൾ ml(-1 t(-2). ഓക്കെ ആണോ? ഇത് ആരുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ബി മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 2-ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 2-ആയിട്ട് 1 3 2 2. അപ്പൊ 2 ആൾക്കാർ വീണ്ടും വരുന്നുണ്ട്. അടുത്തത് ഇലക്ട്രിക് ഫീൽഡ്. ഫോഴ്സ് ഡിവൈഡ് ബൈ ചാർജ് ആണ്.
നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡയമെൻഷൻ ഫോഴ്സ് ഡിവൈഡ് ബൈ ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m(L)(-2), ചാർജ് എന്ന് പറഞ്ഞാൽ AT. സോ ഇത് മുകളിലേക്ക് വരുമ്പം എങ്ങനെ വരും? m(L)(1), T(-3), A(-1). സോ അതാരോട് മാച്ച് ചെയ്യുന്നത്? 3 മാച്ച് ചെയ്യുന്നു. C 3 മാച്ച് ചെയ്യുന്നു. C 3 മാച്ച് ചെയ്യുന്നു. സോ അങ്ങനെ വരുന്ന ആരാണ്? C 3 മാച്ച് ചെയ്യുന്ന ആള്? 3 മാച്ച് ചെയ്യുന്നേ അല്ലല്ലോ, 4 മാച്ച് ചെയ്യുന്നു. സോറി, C 4 മാച്ച് ചെയ്യുന്നു. അതെ, C 4 മാച്ച് ചെയ്യുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 3. ഓപ്ഷൻ നമ്പർ 3. ഇനി ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ Q which is equal to mass into LV എന്നാണ്. സോ LV which is equal to Q divided by mass. സോ Q എന്ന് പറഞ്ഞാൽ എനർജിയാണ്, ഇത് എനർജിയാണ്, ഡിവൈഡ് ബൈ മാസ്. സോ മാസ് ക്യാൻസൽ ആയി പോകും. അപ്പൊ എങ്ങനെ കിട്ടും? എം ഇല്ല, T² L² T⁻² എന്ന് കിട്ടും. അത് ഓപ്ഷൻ നമ്പർ 1 മാച്ച് ചെയ്യുന്നു അല്ലേ? ഓപ്ഷൻ നമ്പർ 1 മാച്ച് ചെയ്യും. ഓക്കെ മക്കൾ, ഇത് ഓക്കെ ആണല്ലോ. ഡയമെൻഷൻസ് നമ്മൾ ഇന്നലെ എഴുതാൻ പഠിച്ചാണ് ഡയമെൻഷൻസ്. അപ്പം ജസ്റ്റ് ഡയമെൻഷൻസ് നോക്കിയിട്ടാണെങ്കിൽ എഴുതുക. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കി. ഇത്തരം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി പി. പി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പിക്ക് ഡയമെൻഷൻ ഉണ്ടോ? പിക്ക് ഡയമെൻഷൻ ഇല്ല. പിയുടെ ഡയമെൻഷൻ എത്രയാണ്? 1 ആണ്. അങ്ങനെയെങ്കിൽ ലോഗിനകത്ത് ഇനി എന്ത് എഴുതി കഴിഞ്ഞാലും, ഈ ലോഗിനകത്ത് എന്തൊക്കെ എഴുതുന്നു പറഞ്ഞു കഴിഞ്ഞാലും അതിനൊന്നും ഡയമെൻഷൻ ഉണ്ടായിരിക്കുകയില്ല. സോ അതായത് KT അതെന്ന് പറഞ്ഞാൽ K എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. K എന്ന് പറഞ്ഞത് ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. നമുക്കറിയാം K × T എന്ന് പറഞ്ഞാൽ എനർജി ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചതാണ്. 1/3 KT എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടെയാണെങ്കിൽ K × T എന്ന് പറഞ്ഞാൽ ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റിനെ ടെമ്പറേച്ചർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? എനർജി. സോ KT എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ആണ്. അത് ആരുടെ ഡയമെൻഷൻ ഈക്വൽ ആണ്? എനർജിയുടെ ഡയമെൻഷന് ഈക്വൽ ആണ്. എത്രയാണത്? mL² T⁻² ആണ്. അങ്ങനെയെങ്കിൽ ബീറ്റ എക്സിന് ഡയമെൻഷൻ സെയിം തന്നെയായിരിക്കും. കാര്യം KTക്ക് ഏത് ഡയമെൻഷൻ ആണോ ഉള്ളത് അതേ ഡയമെൻഷൻ ആയിരിക്കും ബീറ്റ എക്സിനും ഉണ്ടായിരിക്കുന്നത്. എക്സിന്റെ ഡയമെൻഷൻ നമുക്കറിയാം, എല്ലാം അറിയാം. സോ ബീറ്റയുടെ ഡയമെൻഷൻ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ബീറ്റ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് KT ഡിവൈഡ് ബൈ എക്സ് ആണ്. ശരിയാണോ? ബീറ്റയുടെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് KT ഡിവൈഡ് ബൈ എക്സ് ആണ്. സോ പറഞ്ഞാൽ നീ ഡയമെൻഷൻ ഓഫ് KT mL² T⁻² ആണ്. ഡിവൈഡ് ബൈ L, L ക്യാൻസൽ ആകുമ്പോൾ mL T⁻² എന്ന് കിട്ടും. അതായത് ഫോഴ്സിന്റെ ഡയമെൻഷന് ഈക്വൽ ആണ്. ഇനിയാണെങ്കിൽ ആൽഫയുടെ ഡയമെൻഷൻ നോക്ക്, ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ആരുടെ ഡയമെൻഷൻ കിട്ടിയേ? ബീറ്റ ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞു. സോ ബീറ്റ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം ആൽഫയുടെ ഡയമെൻഷനും. കാര്യം എന്താണ്? ആൽഫയ്ക്കും ബീറ്റയ്ക്കും സെയിം ഡയമെൻഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ഡയമെൻഷൻ ലെസ് ആയി മാറുകയുള്ളൂ. ക്വസ്റ്റ്യൻ ഈ പറയുന്നുണ്ട്, അതെ ആൻസർ പറയുന്നുണ്ട്. അപ്പം ആൽഫയ്ക്കും ബീറ്റയ്ക്കും സെയിം ഡയമെൻഷൻ ആണ്. എത്രയാണ്? mL T⁻². ഓക്കെ, ഓപ്ഷൻ നമ്പർ അതാണ്. ഓപ്ഷൻ നമ്പർ 3 ആണ്. ഓക്കെ, ശരി മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായി തംസ പഠിച്ചേ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി തംസ പഠിച്ചേ. ഇത് ചെയ്യുന്ന രീതി മനസ്സിലായി തംസ പഠിച്ചേ. ഓക്കെ, ശരി. അടുത്തത് ഈ ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്ത് നോക്കാമോ? ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആദ്യമേ നിങ്ങൾക്ക് 1 മിനിറ്റ് ഞാൻ സ്വന്തമായി ചെയ്യാൻ തരികയാണ്. ഈ ക്വസ്റ്റ്യൻ potential energy of a particle vary with a distance x. So potential energy ആണ് U എന്ന് പറയുന്നത്. So U എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആണ്.
എനർജിക്ക് ഒരൊറ്റ ഡയമെൻഷനേ ഉള്ളൂ. ഇത് എന്ത് എനർജി ആണെങ്കിലും എ എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും ഡയമെൻഷണൽ കോൺസ്റ്റൻസ് ആണ്. എക്കും ബിക്കും ഡയമെൻഷൻ ഉണ്ട്. അങ്ങനെയെങ്കിൽ എ ബിയുടെ ഡയമെൻഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എ ബിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, 1 മിനിറ്റ് കഴിയാറായി. ഓപ്ഷൻ നമ്പർ 3 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യാൻ പോവാണ്. നോക്ക്, നമുക്കറിയാം എക്സ് സ്ക്വയറിന് എന്ത് ഡയമെൻഷൻ ആണോ ഉള്ളത് അത് തന്നെയായിരിക്കും ബിയുടെ ഡയമെൻഷൻ. എത്രയാണത്? എൽ സ്ക്വയർ ആണ്. ശരിയാണോ? കാര്യം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ് സ്ക്വയറിനെ ബിയുമായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യുന്ന ഒരേ ഡയമെൻഷനുള്ള കോൺസ്റ്റന്റ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. സോ ഒരാൾ പറയുന്നു ഓപ്ഷൻ നമ്പർ 2 ആന്ന് പറയുന്നു, വേറൊരാൾ പറയുന്നു ഓപ്ഷൻ നമ്പർ 3 ആന്ന് പറയുന്നു. കുഴപ്പമില്ല, നമുക്ക് നോക്കാം ഏതാണെന്ന് നോക്കാം. സോ എന്താണിത്? എക്സ് സ്ക്വയറിന്റെ ഡയമെൻഷനും അതുപോലെ ബിയുടെ ഡയമെൻഷനും ഈക്വൽ ആണ്. കാര്യം എന്താണ്? ഇവ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണത്? എൽ സ്ക്വയർ ആണ്. ഈ കാര്യം നമുക്ക് മനസ്സിലായി. നമുക്ക് ബിയുടെ ഡയമെൻഷൻ കിട്ടി. ഇനി ആ ഡയമെൻഷൻ വേണം, നമുക്ക് എയുടെ ഡയമെൻഷൻ വേണം. നോക്ക്, ഇതെന്ന് പറഞ്ഞാൽ മീറ്റ് ടു എഴുതിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഏരിയ ആണെന്ന് എഴുതിക്കും. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്, ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഏരിയയാണ്. അപ്പോൾ ഇതും ഏരിയ ആയിരിക്കും. മക്കളെ, ഒരു ഏരിയയും വേറൊരു ഏരിയയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മറ്റൊരു ഏരിയ കിട്ടും. സോ ഇതിന്റെ ടോട്ടൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഏരിയ തന്നെയായിരിക്കും. ഈ കാര്യം മനസ്സിലായോ? സോ ഇത് ഏരിയ ആണെങ്കിൽ, സപ്പോസ് ഇത് ഏരിയ ആണെങ്കിൽ, ഇതിന്റെ ഡയമെൻഷൻ എൽ സ്ക്വയർ ആണെങ്കിൽ ഇതും എൽ സ്ക്വയർ തന്നെയാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു ഏരിയയുടെ കൂടെ മറ്റൊരു ഏരിയ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നേ? ആ ഒരു ഏരിയ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഏരിയയാണ്, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫുൾ ഡയമെൻഷൻ എത്രയാണ്? എൽ സ്ക്വയർ ആണ്. സോ അങ്ങനെയെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. എങ്ങനെ പറയാം? യുവിന്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ സ്ക്വയർ ടി റേസ് ടു -2. ഇതാണ് യുവിന്റെ ഡയമെൻഷൻ, വിച്ച് ഇസ് ഈക്വൽ ടു എയുടെ ഡയമെൻഷൻ ഇൻറ്റു റൂട്ട് എക്സ്, അതായത് എൽ റേസ് ടു 1/2 ഡിവൈഡ് ബൈ ഇതിന്റെ ഡയമെൻഷൻ എത്രയായിരിക്കും? താഴത്തുള്ള ആകെ ഡയമെൻഷൻ എൽ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇനിയാണെങ്കിൽ നമുക്ക് എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഇനി എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. എങ്ങനെ എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നേ? എയുടെ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ റേസ് ടു 1/2. സോ ഇത് എൽ റേസ് ടു 4 ആയിട്ട് മാറും. സോ ഏരിയയുടെ ഡയമെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എം എൽ റേസ് ടു 4 ടി റേസ് ടു -2 ഡിവൈഡ് ബൈ എൽ റേസ് ടു 1/2. സോ 4 നിന്നും അര കുറയ്ക്കണം. 4 നിന്നും അര കുറച്ച് എത്ര കിട്ടും? 3.5 കിട്ടും. ശരിയല്ലേ? 3 7/2 ആണ്. സോ ആൻസർ എം എൽ റേസ് ടു 7/2 ടി റേസ് ടു -2. ഇതാണ് എന്റെ വാല്യൂ. ഇനി നമുക്ക് എ ഇൻറ്റു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം. വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻ ഡയമെൻഷൻ എം എൽ റേസ് ടു 7/2 ടി റേസ് ടു -2 ഇൻറ്റു എൽ സ്ക്വയർ. ഏഴരയുടെ കൂടെയാണെങ്കിൽ നമ്മൾ എത്ര കൂട്ടണം? 2 കൂടെ ആഡ് ചെയ്യണം. സോ 7/2 + 2 എത്ര കിട്ടും? 11/2 എന്ന് കിട്ടും. സോ എം എൽ റേസ് ടു 11/2 ടി റേസ് ടു -2. സോ ആൻസർ എം എൽ റേസ് ടു 11/2 ടി റേസ് ടു -2. ഓക്കെ, 2 എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ശരി മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞു. വെറും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ കനോട്ട് ബി ഡെഡ്യൂസ്ഡ് യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ്? ഈ താഴെ പറയുന്ന ഏത് ഇക്വേഷൻ ആണ് ഡയമെൻഷൻ അനാലിസിസ് വഴി നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയാത്തത്? നമുക്കറിയാം സൈനെ ഡിറൈവ് ചെയ്യാൻ കഴിയത്തില്ല. സോ ഇതിനെ ഡിറൈവ് ചെയ്യാൻ കഴിയത്തില്ല. ഒന്നിൽ കൂടുതൽ ടേംസ് വരാൻ പാടില്ല. ഇവിടെ 2 ടേംസ് ആണെങ്കിൽ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്ത് 2 ടേം വന്നു, നമുക്കിത് ഡിറൈവ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഇതിനെ ഡിറൈവ് ചെയ്യാൻ കഴിയത്തില്ല. ഹാഫ് എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ഇതിനെ നമുക്ക് ഹാഫിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. സോ ഓൾ ഓഫ് ദിസ്, ഇവയെ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കനോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവ ഒന്നും തന്നെ നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. മക്കൾ ഈ കാര്യം മനസ്സിലായോ? പറഞ്ഞടാ, മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തംസപ്പ് അടിച്ചേ.
ഇവയൊന്നുമാണെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, നോക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് നമുക്ക് സാധാരണഗതിയിൽ ഇത്തരം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നേരെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആണെങ്കിൽ ചില നല്ല ക്വസ്റ്റ്യൻ, ഇത് ചെറിയ ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യും, നല്ല സമയം എടുക്കും. അപ്പോഴാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൊമെന്റം, ഏരിയ, ടൈം ഇത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ എനർജിയുടെ ഡയമെൻഷൻ പറയാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഈ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നോക്കും മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്താണ്, m(L)T⁻⁻1 ഇതാണ് മൊമെന്റം എന്ന് പറയുന്നത്. ഇനി ഏരിയ ഡയമെൻഷൻ എന്താണ്, L². അടുത്തത് ടൈം, അതിന്റെ ഡയമെൻഷൻ എന്താണ്, T. ഇനി നമുക്ക് എന്ത് ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ടത്, എനർജിയുടെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതുവഴി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എനർജിയുടെ ഡയമെൻഷൻ ആണ്. എനർജി ഡയമെൻഷൻ എന്താണ്, mL²T⁻². സോ ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഞാനാണെങ്കിൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു, ഞാൻ ആദ്യമേ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ വന്നു കഴിഞ്ഞു, ഈ എമ്മും പോയി. കാര്യം എം വന്നു കഴിഞ്ഞു ഓൾറെഡി. മറ്റൊരു കളറിൽ വരച്ച് കാണിച്ചു തരാം. ഓൾറെഡി ഈ എം കിട്ടിക്കഴിഞ്ഞു, കാര്യം ഇവിടെ എം ഉണ്ട്. സോ എമ്മിന്റെ ടേം എന്ത് ചെയ്തു, കൺഫേം ആയി. സോ P⁻1 ആയിരിക്കണം എന്ന് കൺഫേം ആയി. കാര്യം എന്താണ്, P⁻1 ആണ് കൺഫേം. എന്താണ് കാര്യം, ഇവിടെ എനർജിക്ക് എത്രയേ ഉള്ളൂ, എം മാത്രമേ ഉള്ളൂ. ഇവിടെ ആരാ എം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പി മാത്രമേ എം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. സോ എനിക്ക് മനസ്സിലായി ഇവിടെ P⁻1 ആണ്. ഇപ്പൊ P⁻2 ആയിരുന്നെങ്കിലോ, ഇവിടെ P⁻2 ആയിരുന്നെങ്കിലോ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഓപ്ഷൻ ആയിരുന്നു കറക്റ്റ് ആയിരുന്നെങ്കിലോ, P⁻2 ആണെങ്കിൽ m² ആയേനെ. സോ ഇവിടെ m² ഉണ്ടോ, P⁻2 ആണെങ്കിൽ m² ആയേനെ. സോ m² വരാൻ യാതൊരു സാധ്യതയില്ല, കാര്യം ഇവിടെ എങ്ങും m ഇല്ല. സോ നമ്മൾ കണ്ണടച്ച് പറയാൻ കഴിയും, ഇവിടെയാണെങ്കിൽ പിന്റെ പവർ എത്രയായിരിക്കണം, 1 ആണെന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ കഴിയും. ക്വസ്റ്റ്യൻ കാണുമ്പോഴും നമുക്ക് പറയാം പിന്റെ പവർ 1 ആയിരിക്കും. ഇനി പിന്നകത്ത് ആരുണ്ട്, ഈ ഒരു എൽ ഉണ്ട്. നമുക്ക് എത്ര എൽ ഉണ്ട്, ആണ്ട് ഇവിടെ ഒരു എൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ആണെങ്കിൽ പി എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര എല്ല് വരും, 3 എല്ല് വരും. നമുക്ക് എത്ര എല്ല് മതി, 2 എല്ല് മതി. സോ ഇവിടെ L² കിടപ്പുണ്ട്. നമുക്ക് L² കംപ്ലീറ്റ് വേണ്ട, നമുക്ക് എത്ര മതി, ഒരെണ്ണം മതി. അതായത് നമുക്ക് അതിന്റെ റൂട്ട് എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ, അതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പം പി എമ്മിന്റെ കാര്യം കൺഫേം ആയി. ഇനിയാണെങ്കിൽ എല്ലിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത്, ഇവിടെയാണെങ്കിൽ L² മതി. നമുക്ക് ഒരു എല്ല് കിട്ടി. ഇനി എയും കൂടെ എഴുതുമ്പോൾ എത്ര എല്ല് വരും, 3 എല്ല് വരും. അപ്പൊ നമുക്ക് 3 എല്ലിന്റെ ആവശ്യമില്ല, 2 എല്ലിന്റെ ആവശ്യമേ ഉള്ളൂ. സോ അത് എന്റെ വാല്യൂ എത്രയായിരിക്കണം, ഇവിടെയാണെങ്കിൽ എക്ക് ഒരു എല്ല് മാത്രം മതി, A⁻1/2 എന്ന് എഴുതിയാൽ മതി. ഇത് വരുന്ന എത്ര ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ണുമൂട്ടി ആൻസർ പറയാൻ കഴിയും. അപ്പം ഇതൊന്നും ചെയ്തു നോക്കാതെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമുക്ക് ആൻസർ പറയാൻ കഴിയും. മക്കളെ ഈ കാര്യം മനസ്സിലായോ? അതുപോലെ എത്ര ടി ഉണ്ട്, ഓൾറെഡി ആണെങ്കിൽ മൊമെന്റത്തിന് എഴുതുമ്പോൾ മൊമെന്റം പി എന്ന് എഴുതി കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്ത് എന്തുണ്ട്, T⁻1 ഉണ്ട്. നമുക്ക് എന്ത് മതി, T⁻2 മതി. സോ ഇവിടെയാണെങ്കിൽ ടിയുടെ പവർ എത്രയാണ്, T⁻1 വേണം. കാര്യം T⁻1 വേണം, എങ്കിലേ ഇവിടെ T⁻2 ക്രിയേറ്റ് ആവത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതുപോലെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ, പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഇപ്പം ചെയ്ത കണക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. മൊമെന്റം ഉണ്ട്, ഏരിയ ഉണ്ട്, ടൈം ഉണ്ട്. നമ്മൾ ആരെ കണ്ടുപിടിക്കേണ്ടത്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ. നമുക്ക് ഓരോ ടേമിനും എന്ത് ചെയ്യണം, ഓരോ ടേമിനെ ഫിക്സ് ചെയ്യണം. സോ ഞാനാണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി, നമുക്ക് അതിനെ മാസിനെ ഫിക്സ് ചെയ്യാം. സോ മൊമെന്റ് ഞാൻ പി എന്ന് എഴുതി. മൊമെന്റ് എഴുതുമ്പോൾ എന്തുകൊണ്ട്, എം ഉണ്ട്, L⁻1 എന്നുണ്ട്. സോ P⁻1 എന്ന് എഴുതാൻ തന്നെ ഇത്രയുമായി. എല്ലായിടത്തും P⁻1 ആണ്. ഓക്കെ, ആൻസർ കിട്ടി, 1 എന്ന ആൻസർ കിട്ടി. അടുത്തത് എ. നമുക്ക് എ എത്ര മതി, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് L² ഉണ്ട്. നമുക്ക് L² വേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര മതി, നമുക്ക് L⁻1 മതി.
സോ എൽ സ്ക്വയർ ഉണ്ട്, നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എം എൽ റേസ് ടു -1 വേണം. സോ ഇവിടെയാണെങ്കിൽ 1 ആണ് കിടക്കുന്നത്, അത് 1 എന്ത് ചെയ്യണം, -1 ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഏരിയയുടെ പവർ എത്രയായിട്ട് മാറ്റണം, -1 ആയിട്ട് മാറ്റണം. സോ ഏരിയയുടെ പവർ -1 ആയിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, എൽ റേസ് ടു -2 എന്ന് വരും. സോ എൽ റേസ് ടു -2 വന്നു കഴിഞ്ഞാൽ എൽ റേസ് ടു -1 കിട്ടുകയും ചെയ്യും. സോ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, ഇവിടെയാണെങ്കിൽ ഓപ്ഷൻ നമ്പർ നോക്ക്, ഓപ്ഷൻ നമ്പർ 1-നകത്തും ഓപ്ഷൻ നമ്പർ ആണെങ്കിൽ 4-നകത്തും സെയിം രീതി കിടപ്പുണ്ട്, 3-ക്കും സെയിം രീതി കിടപ്പുണ്ട്. ഇനി ലാസ്റ്റ് ചാൻസ്, ലാസ്റ്റ് എന്താണ്, ലാസ്റ്റിനകത്ത് ഓൾറെഡി ആണെങ്കിലും മൊമെന്റ് എന്തുണ്ട്, നമ്മൾ പി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി ആണെങ്കിൽ ടി റേസ് ടു -1 എന്ന ഒരു വാല്യൂ ഓൾറെഡി കിടപ്പുണ്ട്. നമുക്ക് അതാണ് വേണ്ടുന്നത്. ഇനി നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ ടീൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ടീൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ടി റേസ് 0 എന്ന് എഴുതിയാൽ മതി. സോ ഓപ്ഷൻ നമ്പർ 1 ആണ് കറക്റ്റ് ആൻസർ. സോ നിങ്ങൾ ബാക്കി മറ്റേ മെത്തേഡ് ചെയ്യാതാണെങ്കിൽ ഇത്തരം മെത്തേഡ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആണെങ്കിൽ എക്സാമിനേഷന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. മറ്റേ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ശരിയാവണം. ഇതുപോലെ കുഞ്ഞു ക്വസ്റ്റ്യൻസ്, വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മറ്റേ മെത്തേഡ് ചെയ്യുന്നതിനേക്കാൾ ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, ശരി. എല്ലാവർക്കും 1 ആൻസർ കിട്ടിയോ മക്കളെ? ഇത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ തംസ് അപ്പ് അടിച്ചേ, മനസ്സിലായെങ്കിൽ തംസ് അപ്പ് അടിച്ചേ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? ഈ മെത്തേഡ് മനസ്സിലായോ? ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. ഇവിടെ എ വിച്ച് ഈസ് ഈക്വൽ ടു 8 ± 0.08 ഉണ്ട്, ബി വിച്ച് ഈസ് ഈക്വൽ ടു 6 ± 0.06 ഉണ്ട്. അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് ആണ്, എന്റെ പെർസെൻറ്റേജ് എത്രയാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് പറയാൻ കഴിയും എന്റെ പെർസെൻറ്റേജ് എത്രയാണ്. പെർസെൻറ്റേജ് എറർ ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 0.008 ഡിവൈഡ് ബൈ 8. ശരിയാണോ? 0.08 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 100. സോ നമുക്ക് 1% കിട്ടും. അതുപോലെയാണെങ്കിൽ ബിന്റെ പെർസെൻറ്റേജ് എത്രയാണ്, അതും 1% ആണ്. 0.06 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 100. ഇത് കാണുമ്പോഴേ നമുക്ക് പറയാൻ കഴിയും എത്രയാണ്, അതും 1% ആണ്. ഇപ്പൊ എന്റെ പെർസെൻറ്റേജ് ഉണ്ട്, ബിന്റെ പെർസെൻറ്റേജ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, എ പ്ലസ് ബിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് ആദ്യമേ ഓരോന്ന് കണ്ടുപിടിക്കാം. നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ സ്ഥിതിക്കാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യാം. എന്താണ്, ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. അങ്ങനെയെങ്കിൽ ഇസഡിന്റെ വാല്യൂ എത്രയാണ്, ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എന്റെ വാല്യൂ എത്രയാണ്, 8 ആണ്. ബിന്റെ വാല്യൂ എത്രയാണ്, 6 ആണ്. അപ്പൊ ആൻസർ കിട്ടി. പെർസെൻറ്റേജ് കണ്ടുപിടിക്കണ്ട, അപ്പൊ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. സിമ്പിൾ ആയിട്ട് പറയാം, ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ 1 + 1 എത്ര കിട്ടും മക്കളെ, 2%. ഇസഡിന്റെ പെർസെൻറ്റേജ് എത്രയാണ്, 2%. 1% പ്ലസ് 1% എത്ര കിട്ടും നമുക്ക്, 2% കിട്ടും. ഇസഡിന്റെ പെർസെൻറ്റേജ്. ഓക്കെ ആണോ? അടുത്തത് ആരുടെ പെർസെൻറ്റേജ് വേണ്ടുന്നത്, എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബിയുടെ പെർസെൻറ്റേജ് വേണം. അപ്പൊ നിങ്ങൾ എ പ്ലസ് ബി കണ്ടുപിടിക്കണം. എ പ്ലസ് ബി എത്രയാണ്, 8 + 6 14. സോ എക്സിന്റെ വാല്യൂ എത്രയാണ്, 8 + 6 14 ആണ്. ഇനി ഡെൽറ്റ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഡെൽറ്റ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എത്രയാണ്, 0.08 + 0.06 which is equal to 0.14. ഇവിടെ നമുക്കാണെങ്കിൽ എക്സിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. എക്സിന്റെ പെർസെൻറ്റേജ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു 100. സോ ഡെൽറ്റ എക്സിന്റെ വാല്യൂ എത്രയാണ്, 0.14 ഡിവൈഡ് ബൈ എക്സിന്റെ വാല്യൂ 14 ഇൻറ്റു 100. ഓക്കെ ആണോ മക്കളെ? എത്ര കിട്ടും, വീണ്ടും നമുക്ക് കിട്ടും 1%. സോ എക്സിന്റെ പെർസെൻറ്റേജ് 1%. ഇനി വൈൻ്റെ പെർസെൻറ്റേജ് പിടിക്കാം. ശ്രദ്ധിക്കണം, ഈ ആൾക്കാർ കാണുമ്പം എക്സിന്റെ എ പ്ലസ് ബിന്റെ പെർസെൻറ്റേജിനും എ മൈനസിന്റെ ബിന്റെ പെർസെൻറ്റേജിനും ഈക്വൽ ആണെന്ന് തെറ്റിദ്ധരിക്കും.
ഇവന്റെ ചതിക്കുഴി അതാണ്. പല ആൾക്കാർക്കും തോന്നും ഇതാണ് സാർ എ പ്ലസ് ബിയുടെ പെർസെൻറ്റേജ് എറർ, ഇതാണ്ട് ഇതിന്റെ പെർസെൻറ്റേജ് എറർ. അതുപോലെയാണെങ്കിൽ ഇതിന്റെ പെർസെൻറ്റേജ് y വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബിയുടെ പെർസെൻറ്റേജ് എറർ, രണ്ടും സെയിം ആണെന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടി അവർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണോ? അല്ല. എപ്പോഴും നോക്കണം y വിച്ച് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. സോ വൈൻ്റെ വാല്യൂ എത്രയാണ്? എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ആണ്, ബിന്റെ വാല്യൂ 6 ആണ്. സോ എ മൈനസ് ബി 2 ആണ്. ഇനി ഡെൽറ്റ വൈൻ്റെ വാല്യൂ എത്രയാണ്? ഡെൽറ്റ വൈ വിച്ച് ഈസ് ഈക്വൽ ടു 0.08 പ്ലസ് 0.06, അത് 0.14 ആണ്. നമുക്ക് വേണ്ടുന്നത് പെർസെൻറ്റേജ് ഓഫ് വൈ ആണ്. വൈൻ്റെ പെർസെൻറ്റേജ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വൈ ബൈ വൈ ഇൻറ്റു 100. സോ ഡെൽറ്റ വൈ എത്രയാണ്? 0.14 ആണ്. ഡിവൈഡ് ബൈ വൈ എത്രയാണ്? 2 ആണ് ഇൻറ്റു 100. മക്കളെ 7% കിട്ടും. ശരിയാണോ? 7%. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആരുടെ വാല്യൂ കുറവായിരിക്കും? സബ്ട്രാക്ട് ചെയ്യുമ്പം ഈ വൈൻ്റെ വാല്യൂ കുറവായിരിക്കും, ഡിനോമിനേറ്റർ കുറവായിരിക്കും. ആഡ് ചെയ്യുമ്പം ആര് കൂടുതലായിരിക്കും? ഡിനോമിനേറ്റർ കൂടുതലായിരിക്കും. ഇത് ആഡ് ചെയ്തതാണ്, ആഡ് ചെയ്ത ഡിനോമിനേറ്റർ കൂടുതലാണ്, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? കുറവാണ്. അപ്പോൾ പെർസെൻറ്റേജ് എറർ സബ്ട്രാക്ഷനിൽ കൂടുതലായിരിക്കും, അതുപോലെ അഡീഷനിൽ എന്തായിരിക്കും? കുറവായിരിക്കും. എപ്പോഴും ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും ആണെങ്കിൽ പെർസെൻറ്റേജ് എറർ എ മൈനസ് ബിയുടെ പെർസെൻറ്റേജ് എറർ എപ്പോഴും വലുതായിരിക്കും ആരെക്കാളും? എ പ്ലസ് ബിന്റെ പെർസെൻറ്റേജ് എറിനേക്കാളും. ഞാൻ എന്താ പറഞ്ഞേ? എ മൈനസ് ബിയുടെ പെർസെൻറ്റേജ് എറർ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് വലുതാണ് ആരെക്കാളും? പെർസെൻറ്റേജ് എറർ ഓഫ് എ പ്ലസ് ബി. ഈക്വൽ ആയിരിക്കുകയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മക്കളെ ഈ കാര്യം മനസ്സിലായോ? അപ്പൊ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആർക്കായിരിക്കും? ആരുടെ പെർസെൻറ്റേജ് ആണ് ഏറ്റവും വലുത്? വൈൻ്റെ. കേൾക്കുന്നുണ്ടോ? ചോദിച്ചോ. ഓക്കെ മക്കളെ, ഈ ഇസഡ് ചെയ്യാൻ നേരത്താണെങ്കിൽ ഇസഡ് ചെയ്യാൻ നേരത്താണെങ്കിൽ എയുടെ പെർസെൻറ്റേജ് എററും മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ്? എന്റെ പെർസെൻറ്റേജ് എററും ബിന്റെ പെർസെൻറ്റേജും ആഡ് ചെയ്യുമ്പോൾ ആൻസറിന്റെ പെർസെൻറ്റേജ് എറർ ഡയറക്റ്റ് കിട്ടും. പക്ഷെ അഡീഷനിലും സബ്ട്രാക്ഷനിലും ഡയറക്റ്റ് കിട്ടത്തില്ല. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം. അപ്പം അഡീഷൻ എടുക്കാൻ പോവാണ്. ഓക്കെ, എ വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് 0.2, ബി വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 0.5. ഇവിടെയാണെങ്കിൽ നമുക്ക് ആരെ ആഡ് ചെയ്യാൻ കഴിയുന്നേ? ഡെൽറ്റ എ എന്ന് പറയേണ്ട വാല്യൂ എത്രയാണ്? 0.2 ആണ്. ഡെൽറ്റ ബിന്റെ വാല്യൂ എത്രയാണ്? 0.5 ആണ്. മക്കളെ ഇവിടെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അഡീഷൻ ആണെങ്കിൽ ഇസഡ് വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെങ്കിൽ നമുക്ക് ആരെ സിമ്പിളായിട്ട് അങ്ങ് ആഡ് ചെയ്യാം? 0.2ഉം 0.5ഉം സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. ഇതേപോലെ ഇവിടെ പെർസെൻറ്റേജ് ആണെങ്കിൽ, ഇവിടെ പെർസെൻറ്റേജ് ആണ് തന്നേക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, ഇവിടെ ഞാൻ പറയാണ് 1%, ഇവിടെ 2%. ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഞാൻ പറയാം കെ വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. സോ പെർസെൻറ്റേജ് ഓഫ് കെ വിച്ച് ഈസ് ഈക്വൽ ടു എയുടെ പെർസെൻറ്റേജ് എറർ ഓഫ് എ പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ബി ആണ്. അപ്പം എത്രയാണ്? 1% പ്ലസ് 2% വിച്ച് ഈസ് ഈക്വൽ ടു 3%. സോ മൾട്ടിപ്ലിക്കേഷനിൽ പെർസെൻറ്റേജ് എറർ ആണ് ആഡ് ചെയ്യുന്നത്. അഡിഷനും സബ്ട്രാക്ഷനിലും ആണെങ്കിൽ അബ്സല്യൂട്ട് എറർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഈ ഒരു കാരണത്താലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അഡിഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം?
നമ്മളാണെങ്കിൽ ആദ്യമേ ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യമേ ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു. നോക്ക്, ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു, അതിനുശേഷം എറർ കണ്ടുപിടിച്ചു. ഇനിയാണെങ്കിൽ എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ചെയ്യുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. അതുപോലെ സബ്ട്രാക്ഷനിലും ആദ്യമേ ട്രൂ വാല്യൂ കണ്ടുപിടിച്ചു, എറർ കണ്ടുപിടിച്ചു, അതിനുശേഷം എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ചെയ്യുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. മനസ്സിലായോ? പക്ഷേ മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോകാൻ കഴിയും. ഓക്കെ ആണോ? ഓക്കെ, ശരി മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്യാൻ നോക്കാമോ? ഇവിടെയാണെങ്കിൽ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2. രണ്ട് റെസിസ്റ്റൻസിന്റെയും പെർസെൻറ്റേജ് എററാണ് തന്നിരിക്കുന്നത്. രണ്ട് റെസിസ്റ്റൻസിന്റെയും പെർസെൻറ്റേജ് എററാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇക്വലന്റ് റെസിസ്റ്റൻസിന്റെ ആണെങ്കിൽ പെർസെൻറ്റേജ് എറർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ കണക്ഷനിലാണെങ്കിൽ, ഇപ്പോൾ രണ്ട് റെസിസ്റ്റർ ആണെങ്കിൽ പാരലിലാണ് കണക്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് പറയും R equivalent which is equal to 1/R1 plus 1/R2 ആണ്. ശരിയല്ലേ? ഇനി ഇതിൽ നിന്ന് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ഇങ്ങനത്തുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 1/F which is equal to 1/V plus 1/U. ഇങ്ങനത്തുള്ള ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ V minus 1/U, അങ്ങനത്തെ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഈ ഒരു ഫോർമാറ്റിലെ ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ആർ ഈക്വലന്റ് ഡിവൈഡ് ബൈ ആർ ഈക്വലന്റ് ദ ഹോൾ സ്ക്വയർ. ഡെൽറ്റ ആർ ഈക്വലന്റ് ഡിവൈഡ് ബൈ ആർ ഈക്വലന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ R1 ഡിവൈഡ് ബൈ R1 സ്ക്വയർ പ്ലസ് ഡെൽറ്റ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ. ഇതാണ് അതിൻ്റെ കോർ ഇക്വേഷൻ. പക്ഷേ ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ആവത്തില്ല. ഇതാണ് എൻ്റെ കോർ ഇക്വേഷൻ. നമുക്കിനി പെർസെൻറ്റേജ് എററിലോട്ട് വേണം. കാര്യങ്ങൾ എങ്ങനെ വരണം? പെർസെൻറ്റേജ് എററിലോട്ട് വേണം. എന്തോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എറർ ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100. ഇതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഞാനാണെങ്കിൽ ഈ സെക്ഷനെ ആണെങ്കിൽ ഈ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുവാണ്. എന്ത് ചെയ്യണം? ഇവിടുന്നാണെങ്കിൽ ഒരു ആർ ഇക്വലന്റിനെ, ഇവിടെ രണ്ട് ആർ ഇക്വലന്റ് ഉണ്ട്, ആർ ഇക്വലന്റ് സ്ക്വയർ ആണ്. ഒരു ആർ ഇക്വലന്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പൊ എങ്ങനെ വരും? ഡെൽറ്റ ആർ ഇക്വലന്റ് ഡിവൈഡ് ബൈ ആർ ഇക്വലന്റ് വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഇക്വലന്റ് ഇൻറ്റു ഡെൽറ്റ R1 ഡിവൈഡ് ബൈ R1 സ്ക്വയർ പ്ലസ് ഡെൽറ്റ R2 ഡിവൈഡ് ബൈ R2 സ്ക്വയർ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റിലേറ്റീവ് എററായി. ഇപ്പോൾ ഇനി നമുക്ക് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർസെൻറ്റേജ് കിട്ടും. പക്ഷെ തീർന്നില്ല, കുഴപ്പം അവിടെ തീർന്നില്ല. കുഴപ്പം എന്താണ്? ഇവിടെയാണെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിൽ കിടക്കണം. സോ പെർസെൻറ്റേജ് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ R2നെ ആണെങ്കിൽ ഈ R1 ഇൻറ്റു R1 ആണല്ലോ, രണ്ട് R1 ഉണ്ടല്ലോ. ഒരു R1നെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇടാൻ പോവാണ്. അപ്പം ഞാൻ നോക്ക്, ഇതിനെ ഇങ്ങോട്ട് മാറ്റാൻ പോവാണ്. ഇത്രയും ഭാഗം മാത്രം ഇങ്ങോട്ട് മാറ്റാൻ പോവാണ്. ഡെൽറ്റ R1 ഡിവൈഡ് ബൈ R1 ഇതാണ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100 ചെയ്ത് എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും. ഈ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ എന്തുണ്ട്? ഒരു എക്സ്ട്രാ കിടപ്പുണ്ട്, R1 കിടപ്പുണ്ട്. സോ ബേസിക്കലി എനിക്ക് ഇതിനെ ഇങ്ങനെ ഈ ഫോർമാറ്റിലേക്ക് പറയാൻ കഴിയും. സോ ഡെൽറ്റ R1 ഡിവൈഡ് ബൈ R1 ഡിവൈഡ് ബൈ R1 ഇത് മുകളിൽ വരുമ്പോൾ പഴയ കണക്ക് തന്നെ വരികയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ കംപ്ലീറ്റ് ഇക്വേഷനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് പറയാൻ പോവുകയാണ്. നോക്കിയിരിക്കണേ, ഡെൽറ്റ ആർ ഈക്വലന്റ് ഡിവൈഡ് ബൈ ആർ ഈക്വലന്റ് ഇൻറ്റു 100 മൾട്ടിപ്ലൈയും ചെയ്യുന്നു. സോ ആർ ഈക്വലന്റ് ഇൻറ്റു R1ൻ്റെ പെർസെൻറ്റേജ് എറർ ഡിവൈഡ് ബൈ R1 പ്ലസ് R2ൻ്റെ പെർസെൻറ്റേജ് എറർ ഡിവൈഡ് ബൈ R2. ശരിയാണോ മക്കളെ? ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം എന്താണ്? നോക്ക്, R1ൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? R1ൻ്റെ പെർസെൻറ്റേജ് എറർ, R1 പെർസെൻറ്റേജ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R1ൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഡെൽറ്റ R1 ഡിവൈഡ് ബൈ R1 ഇൻറ്റു 100 ആണ്.
സോ ഞാനാണെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി 100 ഇട്ടു. സോ ഇവിടെ എന്തുണ്ട്? 100s ഉണ്ട്. ഈ 100 ഓൾറെഡി ഉണ്ട്. സോ ഞാൻ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി എന്തുണ്ട്? 100 ഉണ്ട്. അപ്പോൾ ഈ 100ൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയാണെങ്കിൽ R1ൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത്രയും ഭാഗം എക്സ്ട്രാ കിടക്കുകയാണ്. സോ ഇത്രയും ഭാഗത്തിൻ്റെ കൂടെ ഇവിടെ എക്സ്ട്രാ ആര് കിടപ്പുണ്ട്? ഒരു R1 കിടപ്പുണ്ട്. ഞാൻ R1 കോമ്പൻസേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിന് പകരമാണെങ്കിൽ ഇതേ ഇൻറ്റു 100ന് പകരമാണെങ്കിൽ എനിക്ക് ഈ ഫോർമാറ്റിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ കഴിയും. അപ്പോൾ ഇക്വേഷനെ എനിക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ കഴിയും. പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ കഴിയും. മക്കളെ ഈ കാര്യം മനസ്സിലായോ? ഇക്വേഷനെ മോഡിഫൈ ചെയ്യുന്ന രീതി മനസ്സിലായോ? പറഞ്ഞേ, ഇക്വേഷനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് മനസ്സിലായോ? പറഞ്ഞേടാ. ഇക്വേഷനെ മോഡിഫൈ ചെയ്യുന്ന രീതി മനസ്സിലായോ? അബിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞേ. വീണ്ടും പറയണമെങ്കിൽ പറഞ്ഞേ. ഇത് വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ മക്കളെ. ഓക്കെ, ശരി. ഇനി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. ഡയറക്റ്റ് വാല്യൂ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയും. ഇട്ട് കൊടുത്തേ, വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തേ, ആൻസറിലേക്ക് എത്തിച്ചേർന്നേ. പറഞ്ഞേ, ആർ ഇക്വലന്റ് കണ്ടുപിടിച്ച ആദ്യമേ. ആർ ഇക്വലന്റ് വാല്യൂ എന്താണ്? ആർ ഇക്വലന്റ് വിച്ച് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 വിച്ച് ഈസ് ഈക്വൽ ടു R1. R1ന്റെ വാല്യൂ 3 ആണ്. 3 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 3 പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ 9. 2 ഓം എന്ന് കിട്ടും. സോ 2 ഓം ആണ് ആർ ഇക്വലന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആർ ഇക്വലന്റ് പകരം പറയാം 2 ഇൻറ്റു പെർസെൻറ്റേജ് ഇറർ ഓഫ് R1. R1ന്റെ പെർസെൻറ്റേജ് 1% ആണ്. ഡിവൈഡ് ബൈ R1ന്റെ വാല്യൂ 3 ആണ്. പ്ലസ് R2ന്റെ ആണെങ്കിൽ പെർസെൻറ്റേജ് ഇറർ. R2ന്റെ പെർസെൻറ്റേജ് ഇറർ എത്രയാണ്? 6 ആണ്. 6 ഓം, സോറി 2%. ഡിവൈഡ് ബൈ R2ന്റെ വാല്യൂ 6 ആണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പറഞ്ഞേടാ, ഈ കാര്യം മനസ്സിലായോ? സോ 1/3 ഇത് ആക്ച്വലി 1/3 തന്നെ. 2% ഡിവൈഡ് ബൈ 6 1/3 ആണ്. 1/3 പ്ലസ് 1/3 2/3. 2/3 ഇൻറ്റു 2 4/3. സോ ആൻസർ 4/3%. പറഞ്ഞു. ഏതാ മക്കളെ? ഏതാ പുറത്തെടുത്തേ? R1 സ്ക്വയർ ആയിരുന്നു. ഓക്കെ, ഞാൻ ഇതൊന്നുകൂടെ എഴുതി കാണിച്ചു തരട്ടെ. ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരട്ടെ. ഡൗട്ട് അങ്ങ് മാറി കിട്ടും. നോക്കിയിരിക്കേ. ഞാനാണെങ്കിൽ ഇത്രയും ഭാഗത്തിനെ മാറ്റി എഴുതാൻ പോവാണ്. ഇത്രയും ഭാഗം കേട്ടോ. ഇത്രയും ഭാഗത്തെ മാറ്റി എഴുതി കാണിച്ചു തരട്ടെ. ഡെൽറ്റ R1 ഡിവൈഡ് ബൈ R1 സ്ക്വയർ. ഞാൻ ഇതിന് എന്ത് ചെയ്തു? ഡെൽറ്റ R1 ഡിവൈഡ് ബൈ R1 ഡിവൈഡ് ബൈ R1. ഇത്ര മനസ്സിലായോ? ഇനിയാണെങ്കിൽ ഇതുപോലെ അപ്പുറത്തെ ആളെ ഞാൻ മാറ്റാൻ പോവാണ്. അപ്പം ഞാൻ ഫുൾ ഇക്വേഷൻ മാറ്റി എഴുതി കാണിച്ചു തരാം. ഫുൾ ഇക്വേഷൻ മാറ്റാൻ പോവാണ്. ഡെൽറ്റ ആർ ഇക്വലന്റ് ഡിവൈഡ് ബൈ ആർ ഇക്വലന്റ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇക്വലന്റ് ഇൻറ്റു ഇത്രയും ഭാഗം നമ്മൾ എഴുതിയായിരുന്നു പ്ലസ് ഡെൽറ്റ R2 ഡിവൈഡ് ബൈ R2 ഡിവൈഡ് ബൈ R2. മക്കളെ ഇത് മനസ്സിലായോ? ഇനിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഭാഗത്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ 100 അകത്തേക്ക് വരത്തില്ലേ? സോ ഇവിടെ 100 കിട്ടും, ഇവിടെയും 100 കിട്ടും. കാര്യം മനസ്സിലായോ? അപ്പൊ ഇതെന്താ മോളെ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എറർ ഓഫ് R1 ആണ്.
ഇതെന്താണ്? പെർസെൻറ്റേജ് എറർ ഓഫ് R2 ആണ്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പെർസെൻറ്റേജ് എറർ ഓഫ് R1, പെർസെൻറ്റേജ് എറർ ഓഫ് R2. നോക്കി, പെർസെൻറ്റേജ് എറർ ഓഫ് R1, പെർസെൻറ്റേജ് ഓഫ് R2. ഇനി അടിയിൽ ആര് കിടപ്പുണ്ട്? R1 കിടപ്പുണ്ട്. അവിടെ ആര് കിടപ്പുണ്ട്? R2 കിടപ്പുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? എല്ലാവർക്കും ക്ലിയർ ആണോടാ? പറഞ്ഞേ, എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ തംസ് അപ്പ് അടിച്ചേ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമല്ലോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്ത് നോക്കി. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട് മക്കളെ. റെക്റ്റാങ്കിളിന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? പെരിമീറ്റർ ആണ്. ഇത് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ നീളം, എല്ലാ നീളവും ആഡ് ചെയ്യേണ്ടി വരും. സോ പെരിമീറ്ററിന്റെ ഇക്വേഷൻ എത്രയാണ്? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അതായത് പെരിമീറ്റർ നമുക്ക് ഇങ്ങനെയും പറയാം, 2L പ്ലസ് 2 ബ്രെഡ്ത്ത്. ഓക്കെ ആണോ? ഇപ്പം ലെങ്തിന്റെ വാല്യൂ ഉണ്ട്, ലെങ്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, പെരിമീറ്ററിന്റെ വാല്യൂ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പറഞ്ഞേ, പെരിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു, അതിന്റെ ട്രൂ വാല്യൂ മാത്രം പറയാം, 2 ഇൻറ്റു ലെങ്ത് എത്രയാണ്? 10.5. 2 ഇൻറ്റു 10.5. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പ്ലസ് 2 ഇൻറ്റു 5.2. എത്ര കിട്ടും മക്കളെ? 15, 21. എത്ര കിട്ടിയത്? 30 സംതിങ് കിട്ടത്. 30. ഓക്കെ, 31.4. ഓക്കെ, പറഞ്ഞു 31.4. ഇനി നമുക്ക് ഡെൽറ്റ പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഡെൽറ്റ പെരിമീറ്റർ ശ്രദ്ധിക്കണേ. ഈ പെരിമീറ്റർ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു L പ്ലസ് ബി ആണ്. അപ്പം ഈ 2 വേണം. പെരിമീറ്ററിൽ നമ്മൾ എറർ ചെയ്യാൻ നേരത്ത് പല ആൾക്കാർ ഈ 2 എടുക്കത്തില്ല. ഈ 2 എടുത്ത് വേണം എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ 2 ഇൻറ്റു എത്രയാണ്? 0.2 പ്ലസ് അടുത്ത എത്രയാണ്? 0.1. സോ 0.3, 0.6 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന മണ്ടത്തരം എന്താണ്? അവരാണെങ്കിൽ ഈ 2 ഇക്വേഷൻ്റെ ഈ 2 എടുക്കാതെ എറർ ചെയ്യും. കാര്യം നമ്മളെല്ലാം പഠിച്ചത് എന്താണ്? നമ്മളാണെങ്കിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പി വിച്ച് ഈസ് ഈക്വൽ ടു 2π, അല്ലെങ്കിൽ ടി വിച്ച് ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് L/G. എല്ലിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റൻസിനെ എടുക്കാറില്ല. അത് മൾട്ടിപ്ലിക്കേഷനിലാണ് കോൺസ്റ്റൻസിനെ എടുക്കാതിരിക്കുന്നത്. അഡീഷൻ വന്നു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റൻസിനെ എടുത്ത് വേണം കണക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറയാണ് L ഹാസ് 2% എറർ, ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്യും. ഇതിനെല്ലാം അവോയ്ഡ് ചെയ്യും അല്ലേ? അതെന്തിൻ്റെ കേസിലാണ്? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണ്. ഇത് ആഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 2നെയും കൂടെ പരിഗണിക്കണം. മനസ്സിലായോ? ഇത് ആൾക്കാർ കാണിക്കുന്ന ഒരു തെറ്റാണ് മക്കളെ. ഈ തെറ്റ് മനസ്സിലായോ? ആൻസർ എത്രയാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ 31.4 പ്ലസ് ഓർ മൈനസ് 0.6. അതെ, ഓപ്ഷൻ 1. എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞേ, എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ മക്കളെ, സൂപ്പർ. അടുത്തത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുകയാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An aluminum wire is stretched to make its length 0.4% larger. എന്ത് ചെയ്തു? 0.4% എന്ത് ചെയ്തു? ലാർജർ ആക്കി എന്നാണ് പറയുന്നത്. The percentage change in the resistance പോയിന്റ് ഉണ്ട് കേട്ടോ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ റെസിസ്റ്റൻസ്. നോക്കിയിരിക്കണേ, ഇവിടെയാണെങ്കിൽ ലെങ്ത് മാത്രമാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിൽ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ആർ വിച്ച് ഈസിൽ നമുക്കറിയാം ρL/A. ഇവിടെയാണെങ്കിൽ ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
ഇവിടെയും മുകളിലും താഴെയും ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കോൺസ്റ്റന്റ് ഫോർമാറ്റിലേക്ക് മാറും. സോ ഇവിടെ ആരൊക്കെ കോൺസ്റ്റന്റ്? ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഇതും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ എന്ന് കിട്ടും. സോ എല്ലിന് 0.4% ഉണ്ട്. അപ്പം പെർസെൻറ്റേജ് ഓഫ് R വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് L ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് എത്രയാണ്? 0.4. സോ ആൻസർ 0.8% ആൻസർ കിട്ടും. മക്കളെ കാര്യം മനസ്സിലായോ? സ്ട്രെച്ച് ചെയ്യുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാ പഠിക്കുന്ന കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുന്നതാണ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാമെങ്കിൽ തംസപ്പ് അടിച്ചേ. ഓക്കെ, അടുത്തത് നോക്കി. അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഇത്തരം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബേസിക് ഇക്വേഷൻ ഉണ്ടാവും. ആ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എ സിൽവർ വയർ ഹാസ് മാസ് 0.6 പ്ലസ് ഓർ മൈനസ് 0.006 gram, radius 0.5 plus or minus 0.005 millimeter and length 4 plus or minus 0.04 centimeter. സോ ഇവിടെയാണെങ്കിൽ സെന്റിമീറ്ററിലുണ്ട്, ഒരു ഭാഗം സെന്റിമീറ്ററിലാണ്, വേറെ ഭാഗമാണെങ്കിൽ മില്ലിമീറ്ററിലാണ്, ഒരു ഭാഗം ഗ്രാമിലാണ്. അങ്ങനെയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് ദ ഡെൻസിറ്റി വിൽ ബി. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒന്ന് സെന്റിമീറ്ററിൽ ഒന്ന് മില്ലിമീറ്ററിൽ ഒക്കെയാണ് കിടക്കുന്നത് കണ്ടോ. അപ്പൊ കൺവേർഷൻ നടത്തുമ്പോൾ ഒരു ക്വാണ്ടിറ്റിയിൽ നിന്ന് വേറെ ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആർക്കും മാറ്റം ഉണ്ടാവുകയില്ല, എററിന് മാറ്റം ഉണ്ടാവുകയില്ല. ഇതാണ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇപ്പം ഗ്രാമിൽ നിന്ന് കിലോഗ്രാമിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്യുകയാണെങ്കിലും ആർക്ക് മാറ്റം ഉണ്ടാവുകയില്ല, എററിന് മാറ്റം ഉണ്ടാവുകയില്ല. സോ എറർ എന്ന് പറഞ്ഞാൽ മെഷർമെന്റിനെ അടിസ്ഥാനപ്പെടുത്തി മാറ്റിയിരിക്കും. ഒരു യൂണിറ്റിൽ നിന്ന് വേറെ യൂണിറ്റിലേക്ക് മാറ്റുമ്പോഴും എററിന് യാതൊരു മാറ്റം ഉണ്ടാവുകയില്ല. സോ ആൻസർ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു, സാർ 1 ആണ് ആൻസർ, 4% ആണ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞ് ഓരോന്നിന്റെയും നോക്കി, ഓരോന്നിന്റെയും പെർസെൻറ്റേജ് നോക്കി. മാസിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1% ആയിരിക്കും. അതുപോലെയാണ് റേഡിയസിന്റെ പെർസെൻറ്റേജ്, അതും 1% ആണ് അല്ലേ. റേഡിയസിന്റെ എത്രയാണ്? പെർസെൻറ്റേജ് ഓഫ് റേഡിയസും 1% ആണ്. അതുപോലെയാണെങ്കിൽ ലെങ്തിന്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാലും അതും 1% ആണ്. ഇത് കണ്ടാൽ നമുക്ക് തന്നെ അറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇത്തരം രീതിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. നോക്കാൻ ക്വസ്റ്റ്യൻ കണ്ട് നമുക്ക് ആൻസർ പറയാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ എന്താണ്? 1% ആണ്. ഓക്കെ ആണോ? അങ്ങനെ നമ്മുടെ ബേസ് ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇവിടെയാണെങ്കിൽ എന്താണ്? വയറാണ്. സോ വയറിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏരിയയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏരിയ πr² ആണ്, ലെങ്ത് L ആണ്. സോ മാസ് ഡിവൈഡ് ബൈ πr² L ആണ്. ഇനി നിങ്ങൾക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. സോ പെർസെൻറ്റേജ് എറർ ഓഫ് ഡെൻസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് എറർ ഓഫ് മാസ് പ്ലസ് പൈ എടുക്കേണ്ട ആവശ്യമില്ല, 2 ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് റേഡിയസ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ലെങ്ത്. ഇത് ആഡ് ചെയ്ത് നോക്ക്. സോ ഇതിൻ്റെ പെർസെൻറ്റേജ് 1% ആണ്, പ്ലസ് ഇതിൻ്റെ പെർസെൻറ്റേജ് 2% ആണ് ടോട്ടൽ, ഇതിൻ്റെ പെർസെൻറ്റേജ് 1% ആണ്. സോ ആൻസർ 4% എന്ന് ആൻസർ കിട്ടും. പറഞ്ഞില്ല മക്കളെ, എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മക്കളെ ഒരിക്കലും ആണെങ്കിൽ എറർ നെഗറ്റീവ് ആവത്തില്ല. ഇവിടെയാണെങ്കിൽ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാലും പ്ലസ് ആയിരിക്കും. ഒരിക്കലും നോക്കേ, ഞാനിവിടെ ഇങ്ങനെ പറയുകയാണ്, എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു b² ഡിവൈഡ് ബൈ c⁻⁻5. ഈ മൈനസ് എടുക്കൂ, നമ്മൾ എറർ ചെയ്യാൻ നേരത്ത് ഇല്ല. എങ്ങനെ പറയുന്നേ? പെർസെൻറ്റേജ് എറർ ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഓഫ് ബി പ്ലസ് 5 ഇൻറ്റു പ്ലസ് എടുക്കുന്നത് പെർസെൻറ്റേജ് എറർ ഓഫ് സി. കാര്യം മനസ്സിലായോ? ഇനി ഇവിടെ 5 ആണെങ്കിലും ഇതിങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്തേ എടുക്കത്തുള്ളൂ? പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കത്തുള്ളൂ. ഒരിക്കലും നെഗറ്റീവ് വാല്യൂ എടുക്കാറില്ല. ഓക്കെ ആണോ? ഓക്കെ.
മക്കളെ ഈ ക്വസ്റ്റ്യൻ മാറ്റാമോ? ഇതെല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞാടാ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ശരി, സൂപ്പർ സൂപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ സ്വന്തമായി ചെയ്തേ. ഇവിടെയാണെങ്കിൽ മാക്സിമം എററാണ് ചോദിച്ചിരിക്കുന്നത്, മാക്സിമം പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഹീറ്റ് വിച്ച് ഈസ് ഈക്വൽ, നമുക്കറിയാം I²RT എന്നറിയാം. ഇവിടെ എല്ലാത്തിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്, ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. സോ ഹീറ്റിൻ്റെ പെർസെൻറ്റേജിനാണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഐയുടെ പെർസെൻറ്റേജ് എറർ പ്ലസ് ആറിൻ്റെ പെർസെൻറ്റേജ് എറർ പ്ലസ് ടൈമിൻ്റെ പെർസെൻറ്റേജ് എറർ. പറഞ്ഞേ ആൻസർ കിട്ടി? 4 ആണ് ആൻസർ. ഓക്കെ അല്ലേ? സോ 2 ഇൻറ്റു ഐൻ്റെ പെർസെൻറ്റേജ് 2% ആണ്, പ്ലസ് ആറിൻ്റെ പെർസെൻറ്റേജ് 1% ആണ് അല്ലേ? 1% അല്ലേ? ആണ്. അടുത്തത് 3% ആണ്. സോ ആൻസർ 8%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്ന എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കുന്നത്, വലിയ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, സിമ്പിൾ ആണ്. നാളെ നമ്മൾ എന്ത് ചെയ്യും? മെല്ലെ മെല്ലെ ആണെങ്കിൽ ലെവലിൽ കൂട്ടിക്കൊണ്ടിരിക്കും. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് നിങ്ങൾ മടുക്കുമ്പോൾ നിങ്ങൾ പറയണം, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ, നാളെ ആണെങ്കിൽ നമ്മൾ ഇന്ന് വലിയ പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു. ഇന്ന് ഒരു ഞാൻ പറയും ലെവൽ 1 ലെവൽ 2 മിക്സ് ആയിരുന്നു. അപ്പം നമ്മൾ നാളെ ആണെങ്കിൽ കുറച്ചും കൂടെ നിലവാരമുള്ള ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നതായിരിക്കും. ഒരു 10-15 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറിൽ ചെയ്യുന്നതായിരിക്കും. നോക്ക്, മൈക്രോമീറ്റർ റീഡിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോമീറ്റർ സ്ക്രൂ ഗേജ് റീഡിംഗ് ഇക്വേഷൻ എന്താണ്? മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് സർക്കുലാർ സ്കെയിൽ റീഡിങ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇതാണ് ഇക്വേഷൻ. ഏത് സ്റ്റാൻഡേർഡ് സ്ക്രൂ ഗേജിൻ്റെയും ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.01 mm ആയിരിക്കും. അപ്പം 1 മില്ലിമീറ്ററിനെ 100 മുറിച്ചതിൻ്റെ ഒരു ഭാഗമാണ്. 1 മില്ലിമീറ്ററിനെ എത്രയായിട്ട് മുറിക്കണം? 100 മുറിച്ചതിൻ്റെ ഒരു ഭാഗമായിരിക്കും അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയണം. ഇവിടെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന മെയിൻ സ്കെയിൽ 0 കാണാൻ കഴിയും, 1 കാണാൻ കഴിയും, 2 വരെ കാണാൻ കഴിയും. സോ 2 കഴിഞ്ഞ് എന്താ നമുക്ക് അറിയത്തില്ല. സോ 2 വരെ കാണാൻ കഴിയും. സോ മെയിൻ സ്കെയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2 ആണ് കാണാൻ കഴിയുന്നത്. സോ നമ്മൾ പറയും മെയിൻ സ്കെയിൽ റീഡിങ് എത്രയാണ്? 2 ആണ്. ഓക്കെ, 2 mm ആണ് മെയിൻ സ്കെയിൽ കാണാൻ കഴിയുന്നത്. പ്ലസ് സർക്കുലാർ സ്കെയിൽ കാണാൻ കഴിയുന്നത് 30 ആണ്. സോ 30. നോക്ക്, സർക്കുലാർ സ്കെയിൽ ഇവിടെ എററിനെ പറ്റിയൊന്നും പറയുന്നില്ല. സോ സർക്കുലാർ സ്കെയിൽ കാണുന്നത് എത്രയാണ്? 30 ആണ് കാണാൻ കഴിയുന്നത്. സോ ഇവിടെയാണെങ്കിൽ റെഫറൻസ് ലൈനുമായിട്ട് സർക്കുലാർ സ്കെയിൽ മുട്ടിയിരിക്കുന്നത് 30ലാണ്. സോ 30 സർക്കുലാർ സ്കെയിൽ റീഡിങ് എത്രയാണ്? 30 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01. ലീസ്റ്റ് കൗണ്ടാണ് 0.01. സോ ആൻസർ കിട്ടും 2.30 എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. പറഞ്ഞു മക്കളെ, മനസ്സിലായോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. മനസ്സിലായോ? മനസ്സിലായോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കുറച്ച് വലുപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് സിമ്പിൾ ആണ്. ഞാൻ ഇന്നിട്ട ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. നാളെ നമ്മൾ കുറച്ചും കൂടെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുന്നതായിരിക്കും, ചെയ്യുന്നതായിരിക്കും. നോക്കി, നമുക്കറിയാം റീഡിംഗ് ഇക്വേഷൻ പറഞ്ഞേ, മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലാർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് മൈനസ് 0 എറർ, 0 റീഡിംഗ്, എറർ റീഡിംഗ്. ഇതാണല്ലോ നമ്മളുടെ ഏത് മെഷർമെൻറ്റിൻ്റെയും അടിസ്ഥാനം. ഒരു സ്ക്രൂ ഗേജ് ആണെങ്കിൽ ഏത് മെഷർമെൻറ്റിൻ്റെ അടിസ്ഥാനമാണ് ഇതെന്ന് പറയണം. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കുക. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്രൂ മൂവ്സ് 0.5 mm ഓൺ മെയിൻ സ്കെയിൽ
ഫോർ 1 കംപ്ലീറ്റ് റൊട്ടേഷൻ. സോ നമുക്ക് ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഡേറ്റാസ് ആണ് തന്നേക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് ഇക്വേഷൻ എന്താണ്? ലീസ്റ്റ് കൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ്. നമ്പർ ഓഫ് ഡിവിഷൻസ് വിച്ച് ഈസ് ഈക്വൽ ടു പിച്ച് എത്രയാണ്? എത്ര മൂവ് ചെയ്യുന്ന പറയുന്നത്? ഒരു ഫുള്ള് വട്ടം കറങ്ങിയപ്പോൾ എത്ര മൂവ് ചെയ്തത്? 0.5 ആണ് മൂവ് ചെയ്തത്. ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ എത്രയാണെന്ന് പറയുന്നുണ്ട്. ദ ടോട്ടൽ നമ്പർ ഓഫ് സർക്കുലർ ഡിവിഷൻ എത്രയാണ്? 50 ആണ് പറയുന്നുണ്ട്. സോ ആൻസർ നമുക്ക് കിട്ടി 0.01 എന്ന ആൻസർ കിട്ടി. അത്ര എന്താണ്? സോ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഗേജ് തന്നെയാണ്. 0.01 ആണ്. ഓക്കെ, അതിലേക്ക് ആൻസർ കിട്ടി 3 എന്ന് പറഞ്ഞു. അടുത്തത് മെയിൻ സ്കെയിൽ റീഡിംഗ് വേണം. മെയിൻ സ്കെയിൽ റീഡിംഗ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മെയിൻ സ്കെയിൽ റീഡിംഗ് 2.5 mm ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അടുത്തത് 45th ഡിവിഷൻ. 45th ഡിവിഷൻ ആണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ സർക്കുലർ സ്കെയിലുമായിട്ട് അതിൻ്റെ പിച്ച് ലൈനുമായിട്ട് റഫറൻസ് ലൈനുമായിട്ട് കൂട്ടിമുട്ടിയിരിക്കുന്നത്. അതായത് സർക്കുലർ സ്കെയിൽ റീഡിംഗ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 45. ഇനി പറയുന്നുണ്ട് ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ നെഗറ്റീവ് എറർ ഉണ്ട്, -0 എറർ ഉണ്ട്. അപ്പം എറർ എത്രയാണ്? നെഗറ്റീവ് ആണ്. എറർ 0 എറർ എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണ് 0.03 mm. ഇത് എറർ ആണെന്നും പറയുന്നുണ്ട്. സോ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യണം? ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്താലും മതി. 2.5 പ്ലസ് 45 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് മൈനസ് -0.03. ഇത് ആഡ് ചെയ്ത് നോക്ക്, എത്ര കിട്ടും മക്കളെ? ഇത് ഓക്കെ, ഓപ്ഷൻ 3 കിട്ടി. 3 കിട്ടി 2.98. ഓക്കെ, സോ ഇന്നാണെങ്കിൽ ഞാൻ എല്ലാ ഏരിയയിലും കവർ ചെയ്യുന്ന ഒരു 15 ക്വസ്റ്റ്യൻസ് എടുത്തായിരുന്നു. 15 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മൾ നാളെ ആണെങ്കിൽ വീണ്ടും ഒരു 15-20 ക്വസ്റ്റ്യൻ നാളെ കൊണ്ടുവരും. അപ്പം നാളെ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ആണല്ലോ? പറഞ്ഞ മക്കളെ ഓക്കെ ആണല്ലോടാ? ഓക്കെ മക്കളെ, ഓക്കെ. ബൈ. ഞാൻ ഇതിൻ്റെ അനൗട്ട് ചെയ്ത PDF ആണെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഇതിൻ്റെ ലിങ്കും സെൻഡ് ചെയ്യാം.